നിനക്കറി ഏതെങ്കിലും അമ്പലത്തിൽ ഗുഡ് മോർണിംഗ് ഗൈസ്, നമുക്ക് അമ്പലത്തിൽ പോയാലോ? അല്ല ഗൈസ്, അങ്ങനെ നമ്മൾ വണ്ടിയുടെ താക്കോലെടുത്ത് ചെരുപ്പ് വിട്ട് പുറത്തോട്ട് ഇറങ്ങി നമ്മളിന്ന് വണ്ടിയിലാണ് പോകുന്നത്. വണ്ടി സ്റ്റാർട്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. വണ്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രഷർ കുറയുന്ന അസുഖമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടിയെ താക്കോലോട്ട് തിരിച്ചു പോകിയ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. ഞാനൊരു എഞ്ചിനീയർ ആണല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലെ എഞ്ചിനീയറെ ഉണർത്തിക്കൊണ്ട് വണ്ടിയുടെ പുറവശം തുറക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വണ്ടിയുടെ പുറവശം തുറക്കാൻ വേണ്ടിയുള്ള സ്ക്രൂ ഡ്രൈവർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ കിടന്ന് കത്രിക എടുത്ത് വെച്ച് കുത്തി തുറന്ന് നോക്കിയപ്പോൾ വണ്ടിയുടെ ആക്സിലേറ്റർ കേബിൾ ഭയങ്കരമായിട്ട് ലൂസ്. അപ്പോൾ അതും തിരിച്ച് വെച്ച് മുറുക്കി വെച്ച് കിക്കറടിച്ചപ്പോൾ തന്നെ വണ്ടി സ്റ്റാർട്ടായി. അങ്ങനെ വണ്ടി സ്റ്റാർട്ടായി റെയിൻകോട്ട് വിട്ട് അമ്മയുണ്ട് നമ്മുടെ കൂടെ പോകാൻ വേണ്ടി. അങ്ങനെ നേരെ അമ്പലത്തിലോട്ട് പോകണം കേസ്. അങ്ങനെ നമ്മൾ മഴയോട് മല്ലടിച്ച് നമ്മൾ അമ്പലത്തിലെത്തി കേസ്. അമ്പലത്തിലെത്തി ചെരുപ്പ് ഊരിട്ട് റെയിൻകോട്ട് മടക്കി തിരിഞ്ഞ് നോക്കിയപ്പോൾ തന്നെ അമ്മ അങ്ങെത്തി കേസ്. തൊട്ട് പുറകെ ഞാനും വെച്ച് പിടിക്കുന്നുണ്ട്. ഈ അമ്പലം ഏതാണെന്ന് ചോദിക്കുന്നവരോട് ഇത് ഏനാത്ത് ശ്രീ മഹാദേവ ക്ഷേത്രം, പത്തനംതിട്ട ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ അമ്പലത്തിലെ കാഴ്ചകളും കണ്ട് നടന്ന് അകത്ത് വന്ന് കുറച്ച് വഴിപാടുകളും കഴിപ്പിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ഞാൻ സത്യകാരണം ഉടുപ്പൂരണമായിരുന്നു അതിനുള്ള അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടുകയും ചെയ്തു. അത് കഴിഞ്ഞ് തൊഴുത് പുറത്തിറങ്ങിയപ്പോഴാണ് അമ്മയുടെ വായിരിക്കുന്ന അടുത്ത് ഞാൻ കേട്ടത്. നിനക്കറിയില്ലെന്ന് ഏതെങ്കിലും അമ്പലത്തിൽ ഷർട്ടിട്ടോണ്ട് വരും. പിന്നെ ചില അമ്പലത്തിൽ കയറുമല്ലോ. ഇനി മേലെ ഷർട്ട് ഊരാൻ മറക്കല്ലെന്ന് പറഞ്ഞുകൊണ്ട് വാണിങ്ങിന്ന് നടന്നു പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. നമുക്ക് ഇവിടുന്ന് തന്ന പ്രസാദം, കുറച്ച് പ്രസാദം നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ബാക്കി പ്രസാദം ഇവിടുത്തെ മീൻ കുഞ്ഞുങ്ങൾക്ക് തന്നെ കൊടുക്കണം. അപ്പോൾ ഇവിടുത്തെ മീൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ ചിറയിലോട്ട് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മൾ നടന്ന് താപ്പോട്ട് ഇറങ്ങി ഇതാണ് കേസ് ഇവിടുത്തെ ചിറ. ഇവിടുത്തെ ചിറയിൽ ഇഷ്ടംപോലെ മീനുകളുണ്ട്. അങ്ങനെ മീനുകൾ ഫുഡും കൊടുത്ത് ഞാൻ തിരിച്ചു വന്നപ്പോൾ അമ്മയോട് പറഞ്ഞു ഇനി 100K സബ്സ്ക്രൈബേഴ്സ് ആവാൻ 100K സബ്സ്ക്രൈബേഴ്സിന് മാത്രം കുറവേ ഉള്ളെന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്നെ അത് കേട്ട് പുച്ഛിച്ചും വിട്ട് നിനക്ക് വേറെ പണിയൊന്നും ഇല്ലെന്നും പറഞ്ഞ് നടന്നു പോകുന്നത് തന്നെയാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ ബൈ.